ഷെടാ, ഇത്രയും സമയമായിട്ടും അവൾ എന്നെ ഒന്ന് വിളിച്ചു പോലും നോക്കിയില്ലല്ലോ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അങ്ങോട്ട് വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ സ്വിച്ച് ഓഫും. അവളുടെ വീട് വരെ ഒന്ന് പോയാലോ? ഇനിയെങ്ങാനും കളി കാര്യമാവുമോ? എൻ്റെ ദൈവമേ, എൻ്റെ സ്നേഹം അവൾ മനസ്സിലാക്കുന്നില്ലല്ലോ. എന്താണെങ്കിലും ഒന്നും കൂടെ വിളിച്ചു നോക്കാം. റിങ്ങാവുന്നുണ്ടല്ലോ. എടുക്ക്, ഒന്ന് വേഗം ഫോൺ എടുക്ക്. ലച്ചു, ഒന്ന് വേഗം ഫോൺ എടുക്ക്. ഇത് എത്രാമത്തെ പ്രാവശ്യമാണ് ഇവൻ എന്നെ വിളിക്കുന്നത്? ഇനി എന്തെങ്കിലും അർജന്റ് ഉണ്ടാവുമോ? അല്ലെങ്കിൽ എന്റെ പിണക്കം മാറ്റാൻ വേണ്ടി വിളിക്കുന്നതാണോ? ഫോൺ എടുത്താൽ അവനോട് അനങ്ങേണ്ടി വരുമല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്താണെങ്കിലും ഇപ്പൊ എടുക്കണ്ട. ഫോൺ എടുത്താലേ അവനോട് എനിക്കൊരു ദേഷ്യമില്ലാന്ന് വിചാരിക്കും. എന്നെ സങ്കടപ്പെടുത്തതിന് കുറച്ച് അനുഭവിക്കട്ടെ. നാശം, ഫോൺ എടുക്കുന്നില്ലല്ലോ. റിങ് ആവുന്നുണ്ട്. ലച്ചു, ഒന്ന് വേഗം ഫോൺ എടുക്ക്. ഇവനെയും കൊണ്ട് വലിയ ശല്യമായല്ലോ. എടി ലച്ചു ചേച്ചി, കുറെ സമയമായല്ലോ നിന്റെ ഫോൺ റിങ് ആവുന്നു. എന്താ നീ കോൾ അറ്റൻഡ് ചെയ്യാത്തത്? അതാരാ വിളിക്കണത്? അത് പിന്നെ അതെന്റെ ഫ്രണ്ട് വിളിക്കുന്നതാണ്. ഫ്രണ്ട് വിളിച്ചിട്ടെന്താ നീ ഫോൺ എടുക്കാത്തത്? അത് ടീന വിളിക്കുന്നതാണ്. ആര് വിളിച്ചാലും ഫോൺ അറ്റൻഡ് ചെയ്യുന്നതിനെന്താ? ഫോൺ അതാ റിങ് ആവുന്നു. ആ കോൾ ഇപ്പൊ എടുക്കണ്ട. കോൾ എടുക്കണ്ടാണെന്നോ? എന്തോ അത്യാവശ്യത്തിന് വേണ്ടിയിട്ടായിരിക്കില്ല ടീന ചേച്ചി വിളിക്കുന്നത്. ഒന്ന് എടുത്തു നോക്ക് എന്തിനാ വിളിക്കുന്നതെന്ന്. നീ നിന്റെ കാര്യം നോക്കിപ്പോട്. എന്റെ ഫോൺ എടുക്കാനേ എനിക്കറിയാം. ഇത് നല്ല കൂത്ത്. വെറുതെ ദേഷ്യം പിടിക്കുന്നോ? അപ്പൊ അതിലെന്തോ ഉണ്ട്. എന്താണെങ്കിലും സത്യം പറ, ആരാ വിളിക്കണത്? സത്യം പറഞ്ഞില്ലെങ്കിൽ ഞാനിപ്പം മമ്മിയെ വിളിക്കും. നാശം, ഇവനെന്തിനായി വിളിച്ചവ തന്നെ വിളിച്ചോണ്ട് നിൽക്കുന്നത്? നീ ഒന്നും മിണ്ടാതെ പോകുന്നുണ്ടോ? ഇല്ല, പോകില്ല. ആരാ വിളിക്കുന്നതെന്ന് അറിയാതെ ഞാൻ പോകില്ല. നിനക്കെന്താ ചെവി കേൾക്കില്ലേ? നിന്നോടല്ലേ പറഞ്ഞത് ടീമിയാ വിളിക്കുന്നതെന്ന്? പിന്നെന്താ നീ ഫോൺ എടുക്കാത്തത്? അത് ഞാനും അവളും തമ്മിൽ ചെറിയൊരു വഴക്കുണ്ടായി. അതുകൊണ്ട് എനിക്കിന്ന് അവളോട് സംസാരിക്കാൻ മൂടില്ല. അതാണ് ഞാൻ ഫോൺ എടുക്കാതെ, അല്ലാതെ വേറൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ കാണിച്ച ടീനെ വിളിക്കുന്നത്. നീ അങ്ങ് പോയി മമ്മിയുടെ ഫോൺ എടുത്തു നോക്ക്. എന്റെ ഫോൺ ഞാൻ ആർക്കും തരില്ല. കിന്നാരം ചോദിക്കാൻ വന്നിരിക്കുന്നു. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? എന്നോട് തട്ടിക്കാരൻ വന്നിരിക്കുന്നു. അപ്പൊ തീർച്ചയായിട്ടും എന്തോ കാര്യമുണ്ട്. ആരാടി വിളിക്കുന്നത്? ദേ പീക്കിരി, എന്നെക്കാരി എടി പൊടി എന്നൊക്കെ വിളിക്കുന്നോ? ഞാൻ നിന്റെ എത്ര വയസ്സിന് മൂത്തതാണ്? നീ എന്നെ എടി പൊടി എന്ന് വിളിച്ച് ഞാനിപ്പം മമ്മിയോട് പറഞ്ഞു കൊടുക്കും. മമ്മിയെ എന്റെ പൊന്നുമോളെ വിളിക്കണ്ട, ഞാൻ തന്നെ വിളിച്ചോളാം. നിന്നെ ആരാ വിളിക്കണമെന്ന് നീ എന്നോട് പറഞ്ഞില്ലെങ്കിൽ നിന്നെ ഞാൻ ഇനിയും എടി പൊടി എന്നൊക്കെ വിളിക്കും. അത് മാത്രമല്ല, ഞാനിപ്പോൾ മമ്മിയെ വിളിച്ചിട്ട് മമ്മിയോടൊക്കെ പറഞ്ഞു കൊടുക്കും. നീ എന്ത് പറഞ്ഞു കൊടുക്കുന്നാ പറഞ്ഞത്? അതിന് മാത്രം ഇവിടെ ഇപ്പം എന്താ ഉണ്ടായത്? എന്റെ ഫോൺ ഒന്ന് റിങ്ങായി, ഞാൻ അത് അറ്റൻഡ് ചെയ്തില്ല. അത്രയല്ലേ ഉള്ളൂ. അതെ, അത്രയേ ഉള്ളൂ. ഏത് സമയം നോക്കിയാലും ഫോണും കുത്തിപ്പിടിച്ച് നിൽക്കുന്ന നീ ആ ടീന ചേച്ചി എപ്പോഴും വിളിക്കുന്നതല്ലേ? അപ്പോഴൊക്കെ നീ കോൾ അറ്റൻഡ് ചെയ്യാറില്ലേ? ഇപ്പം എന്താ നീ കോൾ അറ്റൻഡ് ചെയ്യാത്തത്? അതാണ് എനിക്കറിയേണ്ടത്. നീ ആരാ വല്ല CBI-യോ? നീ പോയി കുറ്റം തെളിയിക്ക്. നാശം, ഇവനാണെങ്കിൽ വിളിച്ചേമ തന്നെ വിളിച്ചോണ്ട് നിൽക്കുന്നു. ഇതെന്താ ടീനയുടെ പേര് റാമെന്നാക്കി മാറ്റിയോ? റാമെന്ന ആളെന്നല്ലോ വിളിക്കുന്നത്. അത് പിന്നെ അത് ഞാൻ അവളുടെ ഫോൺ അറ്റൻഡ് ചെയ്യാത്തതുകൊണ്ട് വേറെ ആർദോ ഫോണിൽ നിന്ന് വിളിക്കുകയാണ്. അപ്പൊ വേറെ ആർദോ നമ്പർ എന്റെ പൊന്നുമുളകിനെ സേവ് ആക്കി. അത് പിന്നെ കിടന്നുരുളണ്ട, എനിക്കൊക്കെ മനസ്സിലായി. ആരാടി റാമ്? ഇപ്പൊ പറഞ്ഞോ, അല്ലെങ്കിൽ ഞാനിപ്പോ മമ്മിയും പപ്പയും വിളിക്കും. അത് പിന്നെ എന്റെ പൊന്നുമോളെ നീ സീനാക്കല്ലേ. അതെനിക്ക് പരിചയമുള്ള ഒരാളാണ്. പരിചയമുള്ള ആളോ? ആരാണെന്ന് പറ. അതെന്റെ കൂടെ കോളേജിൽ പഠിച്ചതായിരുന്നു. എന്റെ സീനിയറാണ്. ഓക്കെ, നിന്റെ സീനിയറാണ്, സമ്മതിച്ചു. അവനതിനിപ്പൊ നിന്നെ വിളിക്കുന്നത്? അത് പിന്നെ എന്റെ പൊന്നുമോളല്ലേ, നീ ആരോടും പറയരുത്. ഞാനും റാമും തമ്മിൽ ഇഷ്ടത്തിലാണ്. എന്ത് ഇഷ്ടത്തിലാണെന്നോ? മമ്മി, അയ്യോ നീ സീനാക്കല്ലേ. ഞാനിപ്പോ മമ്മിയോട് പറഞ്ഞു കൊടുക്കും. മമ്മി എന്റെ പൊന്നു മോളല്ലേ, ചേച്ചിയുടെ മുത്തല്ലേ, പറയല്ലേ പ്ലീസ്. നീ എങ്ങാൻ പറഞ്ഞ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല. എനിക്ക് വേറെ ആരുമില്ലല്ലോ. നിന്നെ വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ നിന്നോട് ഇതൊക്കെ പറഞ്ഞത്. എത്ര കാലമായിട്ടുള്ള ബന്ധമാണിത്? കുറച്ചായി. കുറച്ചെന്ന് വെച്ചാൽ ഏകദേശം ഒരു 1-2 വർഷമായി.
എന്റെ ദൈവമേ, 1-2 വർഷമോ? എന്നിട്ട് ഇത്രയും കാലം ഞാനിതൊന്നും അറിഞ്ഞില്ലല്ലോ. അതിന് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ, ഞാൻ ഹോസ്റ്റലല്ലേ ഉണ്ടാവാറ്. അതാണ് നീ ഒന്നും അറിയാതിരുന്നത്. എനിക്കൊക്കെ ഇപ്പൊ പിടികിട്ടി. നീയേ ഹോസ്റ്റൽ പോയപ്പോൾ ഇതാണല്ലേ നിന്റെ പരിപാടി. ഞാനൊക്കെ മമ്മിയോട് പറഞ്ഞു കൊടുക്കും. പൊന്നല്ലേ, ഒന്നും പറയല്ലേ നീ. നിന്നെയും കൂട്ടി ഞാൻ നാളെ ഐസ്ക്രീം പാർലറിൽ പോകാം. അവിടെ നിന്ന് നിനക്ക് ഇഷ്ടമുള്ള ഐസ്ക്രീം വാങ്ങിച്ചു തരാം. വേണ്ട വേണ്ട വേണ്ട, ഷോപ്പിംഗ് ഒന്നും വേണ്ട. നീ കുറെ കാലമായി എന്നെ പറഞ്ഞ് പറ്റിക്കുന്നു ഐസ്ക്രീം വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ട്. ഇതുവരെ നീ വാങ്ങിച്ചു തന്നിട്ടുണ്ടോ? അതുപോലെയല്ല ഇത്. തീർച്ചയായിട്ടും നിനക്ക് ഞാൻ വാങ്ങിച്ചു തരും. പക്ഷെ നീ ഒന്നും ആരോടും പറയരുത്. ഉറപ്പാണോ? പറഞ്ഞു പറ്റിക്കോ? ഹേ, ഇല്ലില്ലില്ല, എന്തായാലും വാങ്ങിച്ചു തരാം. ഹാ, അങ്ങനെയാണെങ്കിൽ ഇപ്പം തൽക്കാലം ഞാൻ മമ്മിയോട് പറയുന്നില്ല. ഇനി എങ്ങാനും എന്നെ പറഞ്ഞ് പറ്റിച്ചാൽ അപ്പം ഞാൻ മമ്മിയോട് പറഞ്ഞു കൊടുക്കും. ഉറപ്പായിട്ടും പറ്റിക്കില്ലാന്നേ, നീ എൻ്റെ മുത്തല്ലേ. ഹാ, പിന്നെ ഒരു സംശയം. നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് പറഞ്ഞു. പിന്നെന്താ നീ അവൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത്? അത് ഞങ്ങളിന്ന് ചെറുതായിട്ടൊന്ന് പിണങ്ങി, അതുകൊണ്ടാണ്. ഹോ, അപ്പം ഒരു കാര്യം ചെയ്യാം. നീ നിന്റെ റാമിനെയും കൂട്ടിയിട്ട് നാളെ ഐസ്ക്രീം പാർലറിൽ വന്നാൽ മതി. എനിക്കും പരിചയപ്പെടാലോ. ഹാ, ഓക്കെ, സൂപ്പർ. അപ്പം നാളെ ഐസ്ക്രീം പാർലർ.